കോടികളിൽ മാത്രം കണക്കുകൂട്ടുന്ന കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2026-ൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും തിയേറ്ററുകളിൽ ആളെ നിറച്ചപ്പോൾ ഒരു 100 കോടി ചിത്രവും 200 കോടി ചിത്രവുമാണ് മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇതിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സവിൻ സാ സംവിധാനം ചെയ്ത വാഴ 2 തിയേറ്ററുകളിൽ തേരോട്ടം നടത്തിയത്. ഏപ്രിൽ 2-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 222 കോടിയിലധികം നേടി ബോക്സ് ഓഫീസ് ഹിറ്റടിക്കുന്ന കാഴ്ചക്കായിരുന്നു പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ വാഴയുടെ നേട്ടത്തിന് അധികകാലം ആയുസില്ലെന്ന സൂചനയുമായിട്ടായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയായ ദൃശ്യത്തിന്റെ 3-ാം ഭാഗവുമായി തിയേറ്ററുകളിലേക്കെത്തിയത്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിച്ച ചിത്രം ഇപ്പോഴിതാ വാഴ 2-വിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണെന്ന റിപ്പോർട്ടുകളാണ് സിനിമാ പേജുകൾ പുറത്തുവിടുന്നത്. റിലീസ് ചെയ്ത് 14 ദിവസം പിന്നിട്ടപ്പോൾ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 225 കോടിയിലധികം നേടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ വാഴ 2-വിനെ പിന്തള്ളി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 5-ാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് ദൃശ്യം 3. ലിസ്റ്റിൽ ദൃശ്യം 3-യുടെ മുമ്പിലുള്ള ചിത്രം മോഹൻലാലിന്റെ തന്നെ തുടരുമാണ്. 234 കോടി നേടിയ ചിത്രത്തിന്റെ റെക്കോർഡ് ദൃശ്യം 3 തകർക്കുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി ആരാധകർ കാത്തിരിക്കുന്നതാകട്ടെ 242 കോടി നേടി 3-ാം സ്ഥാനത്തുള്ള മഞ്ഞുമ്മൽ ബോയ്സിന്റെ റെക്കോർഡ് ദൃശ്യത്തിന് തകർക്കാൻ സാധിക്കുമോ എന്നാണ്. അതേസമയം കേരള ബോക്സ് ഓഫീസിലെ മാത്രം കാര്യമെടുത്താൽ വാഴ 2 ബഹുദൂരം മുന്നിലാണ്. 122 കോടി സ്വന്തമാക്കിയാണ് വാഴ 2 ആധിപത്യം തുടരുന്നത്. ശരാശരി അഭിപ്രായം മാത്രം ലഭിച്ചിട്ടും ഇത്തരത്തിൽ വമ്പൻ കളക്ഷൻ ദൃശ്യം 3-ക്ക് ലഭിച്ചതോടെ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് കരുത്താണ് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നത്. ഒരു ഫാമിലി ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നിട്ട് കൂടി ചിത്രം ഇത്രയും നേടിയെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചിത്രവുമായി മോഹൻലാൽ എത്തിയാൽ സകല റെക്കോർഡുകളും താരത്തിന് എളുപ്പത്തിൽ തകർക്കാമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.